സുധീർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുധീർ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ രവീന്ദ്രനെ വിളിച്ചപ്പോൾ രവീന്ദ്രൻ പറയുന്നത് സുധീർ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സംസാരം ഉണ്ടായത് എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? തീർച്ചയായും ഞാൻ ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് തലേ ദിവസം രവീന്ദ്രൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, ഏരിയ സെക്രട്ടറി. ആ സമയത്ത് ആ മിസ് കോള് കണ്ടിട്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ്. വിളിക്കുന്ന സമയത്ത് രവിയേട്ടനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു, നിലവിലെ സാഹചര്യം പറഞ്ഞു മൂപ്പരോട്. അപ്പൊ ആ സമയത്ത് മൂപ്പര് എന്നോട് തിരിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ ഭയമുണ്ടോ ഇവരുടെ ഒരു ഭീഷണിയില്? അല്ല, ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ, നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങളൊക്കെ എടുക്കാമല്ലോ. ഞാനെന്ന് പറഞ്ഞാല് നിലമ്പൂര് നിയോജക മണ്ഡലത്തിലെ തൃണമൂൽ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം സെക്രട്ടറിയാണ്. ആ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടേ? ആ പാർട്ടിയുടെ കൂടെ തീരുമാനം എടുത്ത് പോകേണ്ടതുണ്ടല്ലോ. അത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി. അതിലാണ് എനിക്ക് ഈ അവസാന നിമിഷത്തിൽ കൂറുമാറിയതിന്റെ ഒരു പ്രതിഷേധമായി അറിയിച്ചതാണ് അത്തരത്തിലുള്ള ഒരു സംസാരം, അല്ലാതെ ഭീഷണിയല്ല എന്നാണ് ഇപ്പോൾ രവീന്ദ്രൻ നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണെങ്കിൽ നല്ലത്. നമുക്ക് ഭീഷണി അല്ലാതിരിക്കുന്നതല്ലേ നല്ലത്. ഇപ്പോൾ പി വി അൻവർ നമ്മളോട് പറയുകയുണ്ടായി, പിണറായിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ മാറ്റം തന്നെയാണ് നമുക്ക് മലപ്പുറത്ത് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അവിടെയുള്ള ഒരു മത്സര ഓട്ടം നമുക്ക് കാണാൻ പറ്റുക, രാഷ്ട്രീയ മാറ്റങ്ങളും? അല്ല, രാഷ്ട്രീയ മാറ്റങ്ങളോ വിഷയങ്ങളോ ഒന്നല്ല ഇപ്പൊ നമ്മളെ വിഷയം. നമ്മളിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഫോണിലേക്ക് വരുന്ന ഒരു കോളുകളും ഞാൻ ഫോൺ ലോക്ക് ചെയ്യലോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യലോ അല്ല. നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകളെല്ലാം നമ്മൾ തിരിച്ചു വിളിക്കലാണ് ഒരു മിസ് കോൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിശ്വാസ പ്രമേയത്തിന്റെ തലേ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു 2 തവണ. ആ ബന്ധപ്പെട്ട ഫോണിലെ നമ്പർ മിസ് കോള് കണ്ടതിന് ശേഷം ഞാൻ ഉടനെ തിരിച്ചു വിളിച്ചു, നിലവിലെ സാഹചര്യം ബോധ്യപ്പെടുത്തി. ആ സമയത്ത് ഒരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല എന്നും അൻവറിനോടൊപ്പം നിന്നാൽ അനക്കും എന്റെ കുടുംബത്തിനും അനുഭവിക്കേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള വലിയ ഭീഷണിയാണ് എനിക്ക് നേരിടേണ്ടി വന്നത്. ഇതുപോലത്തുള്ള ഭീഷണികൾ വരുന്നുണ്ടോ? എന്താണ് അവരുടെ ഒരു ഭീഷണി? അതിന്റെ ഇപ്പോ ഞാന് സ്വാഭാവികമായിട്ടും പി വി അൻവറിനൊപ്പം നിന്ന സമയം മുതൽ ഭീഷണിയുണ്ട്, എനിക്ക് ഭീഷണികളുണ്ട്. ഇപ്പോൾ ഇതിന് ഒരു മറുപടിയായിട്ട് ഇനി എന്തെങ്കിലും മറുപടിയായി എന്താണ് താങ്കൾക്ക് അവരോട് പറയാനുള്ളത്? അല്ല, നമ്മളത് വെള്ളരിക്കപ്പെട്ടണമെന്നല്ലോ. നമ്മളെ സംബന്ധിച്ച് ഇത് കേരളല്ലേ, ജനാധിപത്യ രാജ്യമല്ലേ. ഏത് പാർട്ടിയില് നമ്മൾ നിൽക്കണം, ഏത് പാർട്ടിയോടൊപ്പം നിൽക്കണം, ഏത് ആശയത്തോടൊപ്പം നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു പൗരനുണ്ടല്ലോ. അവരെ സംബന്ധിച്ച് അവർക്കറിയാം ഞാന് പി വി അൻവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പി വി അൻവറിന്റെ കൂടെയാണ് സുധീർ എന്നുള്ളത്. അതിനുശേഷം ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ പോകുന്നതും അറിയാം. ഞാൻ ഈ വിഷയം നടക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടക്കുന്ന 2 ദിവസത്തെ പ്രോഗ്രാമിന്റെ തിരക്കിലായിരുന്നു മഞ്ചേരി. ആ സമയത്താണ് ഇത് സംഭവിച്ചത്. ഈ പരാതിയായി പോകുന്നുണ്ടോ പോലീസിലെങ്ങാൻ? ആലോചിച്ച് തീരുമാനമെടുക്കും. ശരി, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ഒരു രവീന്ദ്രന്റെ ഭീഷണി അത് വലിയ തരത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഇത് ഭീഷണി പിന്നെ അൻവറിനോടൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകും, സൂക്ഷിച്ചിരുന്നോ എന്നൊക്കെ തരത്തിലാണ്. അപ്പോൾ എന്താണ് ഇനി കാത്തിരിക്കേണ്ടത്? ഇനിയും ഒരു പ്രകോപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് ഭീഷണി എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഭീഷണികളുണ്ട്. ബ്രാഞ്ച് മെമ്പർ പോലും നമ്മളെ വാഹനം ഓടിച്ചു പോയ സമയത്ത് നമ്മളെ കാറിനെതിരെ ഇടിക്കാൻ വന്ന സാഹചര്യമൊക്കെ നിലവിലുണ്ട്. ഞാനിത് ആരോടും പുറത്തു പറഞ്ഞിട്ടില്ല. അവിടെ ഉത്തരവാദിത്തപ്പെട്ട 1-2 പാർട്ടിയുടെ ആളുകളോട് ഞാനിത് സൂചിപ്പിച്ചിരുന്നു. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
ഈ അന്നത്തെ ദിവസം ഈ ഒരു വിഷയം നടന്ന ദിവസം തന്നെ നുസൈബയുടെ അദ്ദേഹത്തേക്ക് ചാണകവെള്ളം ഒഴിച്ചു എന്നുള്ള ഒരു ആരോപണമൊക്കെ ഉയർന്നിരുന്നു. അതൊക്കെ ശരിയായിരുന്നു? ആരോപണമല്ലല്ലോ, നിങ്ങൾ ചാനലുകാരല്ലേ, നിങ്ങളത് കണ്ടതല്ലേ. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന മെമ്പർമാരുടെ ദേഹത്ത് മുഴുവൻ ചാണകവും മലവും കലർന്ന എന്നാണ് പറയുന്നത്. അവർ അത്രയും ദുഷിച്ച രീതിയിൽ അവിടെ പഞ്ചായത്ത് മെമ്പർമാര് 2.5 മണിക്കൂർ നടന്ന അവിശ്വാസ പ്രമേയത്തിൽ അവിടെ നടത്തിയിട്ടുണ്ട്. അത് UDF പരാതിയുമായി പോയിട്ടുണ്ടല്ലോ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.